തുറമുഖത്തിലൂടെ വികസനം സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തതിനു പിന്നാലെ വിഴിഞ്ഞം തുറമുഖത്ത് വിദേശ നിക്ഷേപം. രാജ്യാന്തര ഷിപ്പിംഗ് കമ്പനി ഭീമനായ MSC ഗ്രൂപ്പിന് അദാനി പോർട്സിന്റെ 49% ഓഹരി വിൽക്കുന്നു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനൽ വിഭാഗമായുള്ള ഓഹരി ഇടപാട് മൂല്യം $2.85 ബില്യൺ US. കണ്ടെയ്നർ കൈകാര്യശേഷി 57 ലക്ഷമാകും. മിഷൻ സമുദ്രയിലൂടെ കേരളത്തിന്റെ വികസനം സംസ്ഥാന സർക്കാർ ബജറ്റിൽ വിഭാവനം ചെയ്ത അവസരത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്ത് 1000 കപ്പലുകൾ കൈകാര്യം ചെയ്ത മുഹൂർത്തം പിറന്നത്. പിന്നാലെയാണ് അദാനി പോർട്സ് അവരുടെ 49% ഓഹരികൾ വിദേശ നിക്ഷേപത്തിന് തുറന്നുകൊടുത്തത്. രാജ്യാന്തര കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് 49% ഓഹരികൾ അദാനിയിൽ നിന്ന് വാങ്ങുന്നത്. MSC ഗ്രൂപ്പിന്റെ ടെർമിനൽ വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് TIL ആണ് ഈ ഓഹരി വാങ്ങുന്നത്. ഇതോടെ വിഴിഞ്ഞം തുറമുഖം പുതിയൊരു വികസന പാതയിലേക്ക് വിദേശ നിക്ഷേപത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 16 ലക്ഷം TEU, അതായത് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാവുന്ന ശേഷി ആണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത്. ഇത് 3.5 മടങ്ങായി വർദ്ധിക്കും. അതായത് 57 ലക്ഷം TEU ആയി ഇതിന്റെ ശേഷി വർദ്ധിക്കുമെന്നതാണ്. 49% ഓഹരി അദാനി കൈമാറുമെങ്കിലും 51% അദാനി പോർട്സിന്റെ കൈവശം തന്നെയായിരിക്കും. ആകെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതി മൂല്യം എന്നത് 27,000 കോടി രൂപയാണ്. ഇതിൽ MSC നിക്ഷേപിക്കുന്നത് $1.39 ബില്യൺ. അതായത് 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വിഴിഞ്ഞത്ത് MSC കമ്പനി നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിക്ഷേപിച്ച് MSC കടന്നുവരവിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വിഴിഞ്ഞത്തുണ്ടാകാൻ പോകുന്നത്? അധിക ചരക്ക് നീക്കം മൂലം വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ച നിശ്ചയിച്ചതിലും വേഗത്തിലാക്കാൻ സാധിക്കും. നിലവിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളെ ആശ്രയിക്കുന്ന ബംഗ്ലാദേശ് ചരക്ക് കടത്ത് വിഴിഞ്ഞം വഴിയാകും. കിഴക്കൻ ആഫ്രിക്കൻ വ്യാപാര പാതയിലും സാന്നിധ്യം ശക്തിപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖത്ത് റിലേ കാർഗോയും വർദ്ധിക്കും. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEUയും 950 കപ്പലുകളും പിന്നിട്ട മറ്റൊരു ദേശീയ റെക്കോർഡ് കൂടി വിഴിഞ്ഞം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതാണ് 1000 കപ്പലുകൾ എന്ന റെക്കോർഡ്. അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വിദേശ നിക്ഷേപമാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നു ചേർന്നിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.